ഇപ്പോൾ നമുക്കൊരു ഹോം ഇൻറ്റീരിയറിൻ്റെ ഒരു ബഡ്ജറ്റ് എങ്ങനെ വരും എന്നുള്ള കൺക്ലൂഷനിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 15-35% വരെയൊക്കെ ഒരു വീടിൻ്റെ ഹോം ഇൻറ്റീരിയർ വരാം. ഒരു ബേസിക് വീട് എന്ന് പറയുമ്പോൾ ഒരു മോഡുലാർ കിച്ചൺ ഉണ്ടാവും, വാർഡ്രോബ്സ് ഉണ്ടാവും, ഒരു ചെറിയ TV യൂണിറ്റ് ഉണ്ടാവും. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എലമെൻറ്റ്സ് അവിടെ വരുള്ളൂ. അപ്പോൾ അതിൽ നിന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻറ്റീരിയർ ബഡ്ജറ്റ് അവിടെ ഒതുക്കി നിർത്താൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ഒരു 1 crore വീട് പണിയുന്നവരുണ്ട്, 2 crore വീട് പണിയുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ഇൻറ്റീരിയറിൻ്റെ ഒരു റേഷ്യോ കൂടിക്കൊണ്ടിരിക്കും. അതിലേക്ക് വരുന്നത് നമ്മൾ ഓരോ പ്രോഡക്ട്സുകൾ ആഡ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം വാൾപേപ്പർ ആഡ് ചെയ്യും, ഫ്ലോറിൽ ആഡ് ചെയ്യും, സീലിംഗിൽ ആഡ് ചെയ്യും, ലൈറ്റിംഗ് എലമെന്റ്സ്, അങ്ങനെ ഒരുപാട് എലമെന്റ്സ് ആഡ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് അത് ഇതിന്റെ ബഡ്ജറ്റ് കയറി വരുന്നത്. അതിന് നമ്മൾ കൂടുതലും സൗകര്യങ്ങളും കംഫർട്ടും കൂട്ടാനായിട്ടുള്ള ഒരുപാട് എലമെന്റ്സിൽ ആഡ് ചെയ്യുമ്പോഴാണ് ഈ 10-35 റേഷ്യോയിൽ ഇന്റീരിയർ ബഡ്ജറ്റിലേക്ക് വരാമെന്നുള്ളത് പറയുന്നത്. സൺ സിറ്റിയിൽ ഈ പറഞ്ഞ എക്കണോമി ബഡ്ജറ്റ് മുതൽ എല്ലാ ബഡ്ജറ്റിലേക്കും സൊല്യൂഷൻ കൊടുക്കാനുള്ള പ്രൊവിഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് കസ്റ്റമറുടെ ടേസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ആ ഒരു ബഡ്ജറ്റിലേക്ക് പോകുക. ആക്ച്വലി അവരുടെ ബഡ്ജറ്റ് കൂടെ അറിഞ്ഞാലാണ് ശരിക്കും നമുക്കത് പ്ലാൻ ചെയ്ത് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. എല്ലാ എലമെന്റ്സും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് ഒരു പ്രോപ്പർ സൊല്യൂഷൻ അഡ്വൈസ് ചെയ്യുക.